ഇന്ന് നമുക്ക് സ്വിഫ്റ്റ് കാറിൻ്റെ കൂളിംഗ് കോയിൽ മാറ്റണത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് കൺസോളിൻ്റെ ഗിയറിൽ വരേണ്ട കവറൊന്ന് ഊരേണ്ടതായിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിവിടെ ഒരു സ്റ്റാർ സ്ക്രൂ 2 വരും. അത് നമ്മൾ ഊരെടുക്കണം. രണ്ട് സ്ക്രൂ ഉണ്ട്. എൻ്റെ സ്ക്രൂ ഊരിയതിന് ശേഷം ഈ ഗിയറിൽ വരേണ്ട അവിടെ വരുന്ന കൺസോളിൻ്റെ കവറുണ്ടല്ലോ, അത് നമുക്കിങ്ങനെ ഊരെടുക്കാം. ഗിയറിൽ തയ ബൂട്ടിൻ്റെ ഒന്ന് ഊരി മാറ്റണ്ട, അന്നല്ല സിമ്പിളായിട്ട് പോരുള്ളൂ. ഇതിന് ഊരിയെടുത്തതിന് ശേഷം ട്രൈ ഉണ്ടല്ലോ നമ്മൾ സാധനം വയ്ക്കണം, അതും കൂടി ഊരേണ്ടതുണ്ട്. ട്രാക്ക് 4 സ്ക്രൂ ആണ് വരുന്നത്. സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ട്രൈ ഇങ്ങോട്ട് വളർത്തിക്കെടുക്കാൻ നമുക്ക്. അപ്പം ഈ കൺസോളിൻ്റെ കവർ നമുക്കൊന്ന് പയ്യന് ഊരെടുത്താൽ ആ ട്രേയിൽ 4 സ്ക്രൂ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രേ ഇങ്ങോട്ട് പോകാനും ഡാഷ് അടിക്കാണ്ട് നമുക്ക് കൂളിംഗ് പോലെ അടിക്കാൻ പറ്റും. 2009-10 മോഡൽ സ്വിഫ്റ്റിൻ്റെ ഒക്കെ അതിൽ ലാസ്റ്റ് ഇറങ്ങിയ സ്വിഫ്റ്റിൻ്റെയാണ് ഡാഷ് ഫുള്ള് അഴിക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ ഒക്കെ 2009-10 ഡാഷ് നമുക്ക് ഫുള്ള് അഴിക്കേണ്ട കാര്യമില്ല, അടിയിൽ നിന്ന് തന്നെ ഊരെടുക്കാവുന്നുണ്ട്. ലോക്കുകളൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസോളിൻ്റെ എനിക്ക് പോണ കവറിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നമുക്ക് ഊരെടുക്കാം. ഈ കവറൊക്കെ ഊരിയാലോ നമുക്ക് കൺസോളിൻ്റെ കവർ ഇങ്ങോട്ട് മുകളിലത്തെ കവർ ഇങ്ങോട്ട് നീക്കാൻ പറ്റുള്ളൂ. അത് നീക്കിയാലോ ട്രേ ഊരാൻ പറ്റുള്ളൂ. ട്രേ ഊരിയാലോ കൂളിംഗ് കോയിലിൻ്റെ കവർ നമുക്ക് അടിയിലേക്ക് പോരുള്ളൂ. അല്ലെങ്കിൽ ട്രേര മുകൾ വശത്ത് വന്നിട്ട് മുട്ടി നിൽക്കും. അപ്പോൾ കൂളിംഗ് കോയിലും പോരില്ല. ഈ കവർ ഞാൻ നമുക്ക് ഊരി മാറ്റാം. ഫുള്ളായിട്ട് ഊരെടുക്കണമെന്നില്ല കേട്ടോ. ഊരിങ്ങായിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചാലും മതി. കാരണം അത് സേഫ് ലാമ്പിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ ചാർജറിൻ്റെ കുത്തണേൻ്റെ സപ്ലൈ വന്ന് എടുക്കുന്നുണ്ടാവും. ഈ കവറിങ്ങനെ മാറ്റിയാൽ നമുക്ക് പവർ സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂൾ കാണാം കണ്ടിരിക്കണം. അതിന് ഗ്ലോ ബോക്സിൻ്റെ അടിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് കോയിലിൻ്റെ കവർ, ഇതാണ് നമ്മളെ കൂളിംഗ് കോയിലിൻ്റെ കവർ. അപ്പോൾ ഇതിവിടെ ഒരു 10 സ്ക്രൂ ടൈപ്പ് ബോൾട്ട് വരുന്നുണ്ട്, അതഴിക്കണം. പിന്നെ ഇതിവിടെ ഒരു 10 ബോൾട്ട് വരും, അതഴിക്കണം. പിന്നെ ഒരു സ്ക്രൂ ആണ് വരുന്നത്. പിന്നെ ഒരു 1 2 3 4 സ്ക്രൂ ഈ ഭാഗത്തായിട്ട് വരും. കണ്ട, ഈ സ്ക്രൂ അടിക്കണം. ഈ സ്ക്രൂ ഉണ്ട്, ഈ സ്ക്രൂ അടിക്കണം. ഇതേപോലെ 4 ഈ സൈഡിൽ വരും. ലെഫ്റ്റ് ഗ്ലോ ബോക്സിൻ്റെ അടിയിൽ കൂടെ നോക്കിയാൽ 4 കാണാം നമുക്ക്. അത് 4 ഒഴിക്കണം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചു തരാം.
സ്ക്രൂ അഴിച്ചാലും ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ലോക്കുകളുണ്ട് കേട്ടോ. അത് നമ്മൾ കറക്റ്റായിട്ട് പയ്യനെ കൈ കൊണ്ട് തന്നെ ഒന്ന് തിക്കി കഴിഞ്ഞാൽ ഊരാന്നുള്ള ഒടിയാത്ത രീതിയിൽ പയ്യനെ തിക്കിയിട്ട് ലോക്ക് പിടിക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ പവർ സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂളാണ് ഇരിക്കുന്നത്. ഡ്രൈനേജ് ഹോസ് ഉണ്ട് ഇവിടെ. നമ്മൾ ഡ്രൈനേജ് ഹോസ് ഒന്ന് ഊരി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ട്രേ കറക്റ്റായിട്ട് പോരുള്ളൂ പുറത്തേക്ക്. ഊരുമ്പോൾ പൈപ്പ് കീറാതെ നോക്കണുണ്ട. പവർ സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂള് ഇത് ഊരി മാറ്റണമില്ലെങ്കിൽ ഇത് മോന്നങ്ങായിട്ട് തട്ടി നിൽക്കും. കൂളിംഗ് കോയിലിൻ്റെ കവർ അതിന് 410 വരുന്നത്. പവർ സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂൾ പിടിപ്പിച്ചിരിക്കുന്നത് അതിൽ എർത്ത് പിടിപ്പിച്ചിരിക്കുന്ന ബോൾട്ട് ഊരാൻ മുമ്പ് നമുക്ക് സെൻറ്ററിൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂളിൻ്റെ സെൻറ്ററിൽ ഒരു ക്ലിപ്പ് വരും. അത് നമുക്ക് ഊരി കഴിഞ്ഞാൽ സിമ്പിളായിട്ടാണ് മാറ്റി വയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ഈ ക്ലിപ്പ് ഇങ്ങനെ ഊരി മാറ്റിയാൽ നമുക്ക് സിമ്പിളായിട്ടാണ് കുറച്ചും കൂടി അകലത്തിലാണ് മാറി കിട്ടും മൊഡ്യൂൾ. ഈ വയറും കുറച്ച് നീട്ടം കുറവായതുകൊണ്ട് ടൈറ്റായിട്ട് നിൽക്കും. അല്ലെങ്കിൽ എർത്ത് ഇടിയിക്കണം. എർത്തിൻ്റെ ബോൾട്ട് 4 വരും. ഇപ്പോഴത്തെ സൈഡിൽ 2 ക്ലച്ച് പെടലിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ 2 കൂടി ഉണ്ടാവും മൊഡ്യൂളുമ്പോൾ 10. ഇനിയിപ്പോൾ നമ്മൾ ക്ലച്ച് പെടലിൻ്റെ അവിടെ വന്നിരിക്കേണ്ട. അപ്പോൾ കണ്ട അതിൽ നോക്കുമ്പോൾ 2 വോൾട്ട് കണ്ട പവർ സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂൾ പിടിക്കുന്നത്. അത് 2 ഒഴിക്കണം. പിന്നെ 4 ബോൾട്ട് കാണാം. ഇങ്ങനെ സ്ക്രൂ ബോൾട്ടിലല്ല സ്ക്രൂ. നമ്മൾ അപ്പുറത്തെ സൈഡ് 4 സ്ക്രൂ വരുന്നു കണ്ട. ഇത് 4 സ്ക്രൂ. ഇത് 4 ഒഴിക്കണം. അത് കൂളിംഗ് കോയിലിൻ്റെ കവർ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന സ്ക്രൂ ആണ് അത്. പിന്നെ ഇത് ഈ ഒരു പോളത്തിൻ്റെ ഒരു നെട്ടുണ്ട് ഇവിടെ, അത് ഊരണം. പിന്നെ ഇത് ഇവിടെ തൂരിന് ശേഷം പ്ലാസ്റ്റിക്കിൻ്റെ ലോക്ക് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. 3 വരും. ഈ 10 നെട്ട് വരും കാണില്ല. അതിൻ്റെ ബാക്കിലായിരിക്കണം. ഈ കൈ ഞാൻ വെച്ചിട്ടില്ല. ആ സൈഡിലായിട്ട് 3 ലോക്ക് വരും. അത് നമുക്ക് പയ്യനെ കൈ കൊണ്ടൊന്ന് പുറത്തേക്ക് അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ലോക്ക് വിടും. കൈ ഓടിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. വേണ്ട ഈ നെട്ട് ഊരിയിട്ട് നമുക്ക് പയ്യനെ കേസ് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ കൂളിംഗ് കോയിലിൻ്റെ കവറും കൂടി ചാടിപ്പോരും. കാണാം കവർ ഇങ്ങനെ പോരും, പുറത്തേക്ക് വരും. ഉള്ളിലിരിക്കുന്ന കൂളിംഗ് കോയിൽ. ഈ പവർ സ്റ്റിയറിൻ്റെ മൊഡ്യൂൾ നമ്മൾ ഇങ്ങനെ മാറ്റിയാലോ അടിയിലിരിക്കുന്ന പോരുള്ളൂ കവർ. ലെഫ്റ്റ് സൈഡിലേക്ക് പാസഞ്ചർ സൈഡിലേക്ക് പോരുള്ള കവർ അയച്ചാലോ. പിന്നെ ക്ലച്ച് വീടല്ലൊക്കെ ഉള്ളതായിരുന്നേ ഇത് മുട്ടും. അപ്പോൾ അതിന് ലെഫ്റ്റ് സൈഡിലേക്ക് ഊരിയെടുക്കാൻ ഏറ്റവും സുഖം. കണ്ടതാണ് നമ്മളെ കൂളിംഗ് കോയിൽ. എവാപ്പറേറ്റർ എന്നാണ് ശരിക്കും പറയാം. കൂളിംഗ് കോയിലിൻ്റെ കവറിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അഴുക്കാണ്. കൂളിംഗ് കോയിൽ വേണ്ടാവും അഴുക്കപ്പം. കവർമ്മ പൊടി പിടിച്ചിട്ടുണ്ട്. കണ്ട കൂളിംഗ് കോയിൽ നല്ല അഴുക്കാണ്. ആൾക്ക് കാറ്റും കുറവായിരുന്നിട്ടാ. കൂളിംഗ് കൊണ്ടായിരുന്നില്ല, കാറ്റും കുറവായിരുന്നു. ബ്രഷ് അടിച്ച് ലീക്ക് നോക്കിയപ്പോഴാണ് കൂളിംഗ് കോയിൽ ലീക്ക് കാണിച്ചത്. പിന്നെ നമുക്ക് എൻജിൻ റൂമിൽ വന്നിട്ട് 10 ബോൾട്ട് ഇട്ടുങ്ങായിട്ട് കൂളിംഗ് കോയിലിൽ പിടിപ്പിച്ചിട്ടുണ്ടാകും. അതിന് മുമ്പ് നമുക്ക് ഈ എയർ ഫിൽറ്റർ ഊരി മാറ്റിയാൽ സിമ്പിളായിട്ട് കൈ കിടക്കുള്ളൂ. അതിന് വേണ്ടി നമുക്ക് 2 10 ബോൾട്ട് ഉണ്ട്, അത് ഊരണം. ഇതാണ് എയർ ഫിൽറ്റർ. ബി ക്ലിപ്പ്
ഒരെണ്ണം എയർ സെൻസറിന്. ഇത് സ്ക്രൂ ക്ലിപ്പിൻ്റെ ഒന്ന് ലൂസായി കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. കൂളിംഗ് ഓയിൽ വന്ന് പൈപ്പ് പിടിച്ചാൽ നമുക്ക് കൂളിംഗ് ഓയിൽ ഉള്ളിൽ നിന്ന് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയാണ് എഞ്ചിൻ റൂമിൽ നിന്ന് നമ്മൾ പൈപ്പ് പിടിക്കാനാണ് മുമ്പ് എയർ ഫിൽറ്റർ ഊരുമായിട്ടുള്ള സിമ്പിളായിട്ട് കൈയിടാം, പൈപ്പിൻ്റെ അവിടേക്ക് കൈയിടാൻ പറ്റും. കണ്ടതിവിടെ നമുക്ക് നല്ലൊരു ഗ്യാപ്പ് കിട്ടി. ഇതിൽ കൂടെ നമുക്ക് കൈ അങ്ങോട്ട് ഉള്ളിലേക്ക് കടത്തി കഴിഞ്ഞാൽ കണ്ട ഇതാണ് നമ്മളെ ഇവാപ്പറേറ്റർ മേലേക്ക് പൈപ്പ് പിടിപ്പിക്കുന്ന ബോൾട്ട് 10-ൻ്റെ കണ്ട. ഇത് നമുക്ക് ഊരി കഴിഞ്ഞാൽ പൈപ്പ് കൊണ്ട് പുറത്തേക്ക് വലിക്കുക, എന്നാലേ കൂളിംഗ് ഓയിൽ ഉള്ളിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഏത് വണ്ടിയിലെയും പൈപ്പുകളൊക്കെ പിടിക്കുന്നതിന് മുമ്പ് പ്രഷർ ഇല്ല അല്ലെങ്കിൽ ഗ്യാസ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നുണ്ട്. അല്ലെങ്കിൽ മോത്തിക്ക് പ്രഷറിൽ തെറിക്കുമ്പോൾ ഓയിലൊക്കെ തെറിക്കും മോത്തിക്ക്. കണ്ട നമുക്ക് ബോൾട്ട് ഊരിയതിന് ശേഷം പൈപ്പ് ഇങ്ങനെ വലിച്ചു വരിക. കണ്ട എന്നിട്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് കൂളിംഗ് ഓയിൽ പുറത്തേക്ക് ഇടുക. കൂളിംഗ് ഓയിൽ ഇപ്പോൾ നമുക്ക് ഇപ്പം വന്നിട്ട് ആണ് ഇതേപോലെ പുറത്തേക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കുക. ഡാഷ് ഒന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഫുള്ളായിട്ട് അടിയിൽ നിന്ന് തന്നെ ഇതേപോലെ സിമ്പിളായിട്ട് ഊരിയെടുക്കാവുന്നേ ഉള്ളൂ. 2008, 9, 10, 12 വണ്ടി മോഡൽ വണ്ടികൾ ഡാഷ് അടിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മളെ പുതിയ കൂളിംഗ് ഓയിൽ. പുതിയ കൂളിംഗ് ഓയിലും എക്സ്പാൻഷൻ വാൽവ് വരില്ല കേട്ടോ. അപ്പോൾ പഴയ കൂളിംഗ് ഓയിലും എക്സ്പാൻഷൻ വാൽവ് നല്ലതാണെങ്കിൽ അത് ഊരി നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യണം, ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. അത് കംപ്ലൈൻ്റ് ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയത് കയറ്റാം. ഇതിപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ പഴയ തന്നെയാണ് എടുത്ത് കയറ്റിയിട്ടുള്ളത്. അത് നമുക്ക് എല്ലാം കയറ്റുന്നതായിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ കുറേ നാളായിട്ട് ഇരിക്കുന്ന കൂളിംഗ് ഓയിൽ ആയിരിക്കുമല്ലോ, അപ്പോൾ നമുക്കിത് മോർണിംഗ് വരും, കമ്പനി തന്നെ ഇട്ട് വരും മോർണിംഗ്. അതും ഒന്ന് ഓയിലൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാനാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഊരെടുത്തില്ലേ അതേപോലെ തന്നെ തിരിച്ച് പുതിയത് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നുള്ളൂ. കറക്റ്റ് സീറ്റിംഗ് ആക്കിയിട്ട് നമുക്ക് ആ കവർ ക്ലീൻ ചെയ്തതിന് ശേഷം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് കറക്റ്റ് ഊരി എടുത്തില്ലേ അതേപോലെ തന്നെ ഗേറ്റിംഗ് ആയിട്ട് സെറ്റ് ചെയ്യാം. കറക്റ്റ് ബോൾട്ടൊക്കെ ലോക്കൊക്കെ കറക്റ്റ് ആദ്യം ഇടണം, അതിന് ശേഷം വേണം സ്ക്രൂ ചെയ്യാനായിട്ട്.